പാൻപരാഗ് എന്ന് വിളിച്ച് കളിയാക്കിയവന്മാരെല്ലാം കരുതിയിരുന്നോ അവൻ വളരെ വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ആസാം സ്വദേശിയായ രാജസ്ഥാൻ റോയൽസിന്റെ ഐക്കൺ റയാൻ പരാഗിനെ കുറിച്ചാണ്. ഈ ഒരു IPL തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ടീമുകളുടെ ഒരു ഇൻട്രാ സ്ക്വാഡ് മാച്ചും കാര്യങ്ങളും ഒക്കെ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത്രയും ഇൻട്രാ സ്ക്വാഡ് മാച്ചുകൾ നടന്നതിൽ വെച്ച് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചത് നമ്മുടെ റയാൻ പരാഗ് ആണെന്ന് പറയേണ്ടി വരും. വെറും കാടൻ വെട്ട് മാത്രമല്ല, പക്ക നൈസ് ക്രിക്കറ്റിംഗ് ഷോട്ടുകളുമായിട്ട് ബൗണ്ടറികളും സിക്സറുകളും ഗ്രൗണ്ടിന്റെ 4 പാടേക്കും പായിച്ചുകൊണ്ട് ബോളർമാരെ കൊല വിളിച്ച് റയാൻ പരാഗ് തൻ്റെ പ്രതിഭ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഈ ഒരു പെർഫോമൻസ് IPL-ലും റയാൻ പരാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിലൊക്കെ പുള്ളിയെ പാൻപരാഗ് എന്ന് വിളിച്ച് കളിയാക്കിയവന്മാരുടെ അണ്ണാക്കിലേക്ക് അഗ്നിവർഷം നടത്തുന്നത് പോലെയുള്ള ഒരു ഇടിവെട്ട് പെർഫോമൻസ് ആയിരിക്കും റയാൻ പരാഗിന്റെ വില്ലോയിൽ നിന്നും പിറക്കാൻ പോകുന്നത്. ഇന്ന് നടന്ന പ്രാക്ടീസ് മത്സരത്തിൽ 144 റൺസാണ് വെറും 64 പന്തുകളിൽ നിന്നും റയാൻ പരാഗ് അടിച്ചെടുത്ത് നോട്ട് ഔട്ടായി നിന്നത്. അതിനകത്ത് 16 മനോഹരമായിട്ടുള്ള ബൗണ്ടറികളും 10 സിക്സുകളും ഉൾപ്പെടുന്നു. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റ് ഉൾപ്പെടെയുള്ള നിരവധി ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം റയാൻ പരാഗ് കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ റയാൻ പരാഗിനെ കുറിച്ച് സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിലെ രഞ്ജി ട്രോഫിയിൽ ടെസ്റ്റിൽ തന്നെ T20 ശൈലിയിൽ റയാൻ ബാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ ഇത്തവണ റയാൻ പരാഗിന്റെ സീസൺ ആയിരിക്കും IPL-ൽ പിറക്കാൻ പോവുക എന്ന് വിശ്വസിക്കാം. അപ്പം IPL അപ്ഡേറ്റുമായിട്ട് നാളെ മുതൽ അണ്ണൻ ആക്റ്റീവ് ആകും.